പെബിൾസ് മലയാളം. ഹായ് നമസ്കാരം. നമ്മൾ കേളമ്പാക്കം ബസ് സ്റ്റാൻഡിൽ നിന്ന് സെഞ്ചിക്കോട്ടയ്ക്ക് യാത്ര ചെയ്യുകയാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുകയാണ്. ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ച ശേഷമാണ് നമ്മുടെ യാത്ര ആരംഭിക്കുന്നത്. അപ്പോൾ 7ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് സെഞ്ചിക്കോട്ട ബസ് ലഭിക്കുന്നത്. തിരുവണ്ണാമല മേൽമറവത്തൂർ ബസ്സിൽ കയറിയാൽ നമുക്ക് സെഞ്ചിക്കോട്ട പോകാം. അപ്പോൾ നമ്മൾ അൾട്രാ ഡീലക്സ് ബസ്സിലാണ് യാത്ര ചെയ്യുന്നത്. കേളമ്പാക്കം നിന്ന് നമ്മൾ യാത്ര ആരംഭിച്ചു. ₹130 ടിക്കറ്റ് നിരക്ക് വരുന്നത്. അങ്ങനെ നമ്മൾ പറന്നൂർ ടോൾ പ്ലാസ എത്തി. നമ്മൾ ഈ കാണുന്നതാണ് സെങ്കൽപേട്ട പോണ വഴി. മേൽമരവത്തൂർ എത്തി. നമ്മൾ ഇവിടെ നിന്നും ചെക്കിങ് കഴിഞ്ഞ് നമ്മൾ വീണ്ടും യാത്ര ആരംഭിക്കുകയാണ്. തൊട്ടടുത്തായിട്ട് നമ്മൾ കാണുന്നത് മേൽമരവത്തൂർ റെയിൽവേ സ്റ്റേഷനാണ്. അതിനുശേഷം നമ്മൾ ആമ്പൂർ ടോൾ പ്ലാസ എത്തി. അൾട്രാ ഡീലക്സ് ബസ് ആയതിനാൽ സ്റ്റോപ്പ് വളരെ കുറവാണ്. ഈ ബസ് മേൽമറവത്തൂർ, സെഞ്ചിക്കോട്ട, തിരുവണ്ണാമല എന്നീ സ്റ്റോപ്പുകളിലാണുള്ളത്. അപ്പം നല്ല സ്പീഡിലാണ് നമ്മുടെ ബസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ രാവിലെ തന്നെ യാത്ര ആരംഭിച്ച ശേഷം ഒരു ചെറിയ ബ്രേക്ക് എടുക്കുകയാണ്. നമ്മളിവിടെ ബസ് നിർത്തി ഒരു ചായ എല്ലാം കുടിക്കുകയാണ്. അങ്ങനെ നമ്മൾ ബ്രേക്ക് കഴിഞ്ഞ് നമ്മുടെ യാത്ര വീണ്ടും ആരംഭിച്ചു. 20 കിലോമീറ്ററാണ് സെഞ്ചിക്കോട്ടയ്ക്കുള്ളത്. നമ്മുടെ യാത്ര ആരംഭിച്ചു. മേൽമറവത്തൂർ 21 കിലോമീറ്ററാണ് ഇവിടെ നിന്നുള്ളത്. അപ്പം നമ്മൾ സെഞ്ചിക്കോട്ട എത്താറായി. ഇവിടെ നിന്നും തിരുവണ്ണാമലയ്ക്ക് 40 കിലോമീറ്ററാണുള്ളത്. അങ്ങനെ നമ്മൾ സെഞ്ചിക്കോട്ട എത്തിച്ചേർന്നു. സെഞ്ചിക്കോട്ട ബസ് സ്റ്റാൻഡിലാണ് നമ്മളുള്ളത്. അപ്പം നമ്മൾ ഇവിടെ നിന്നൊരു ഓട്ടോ പിടിച്ച് പോവുകയാണ്. അങ്ങനെ നമ്മൾ സെഞ്ചിക്കോട്ടയിൽ എത്തിച്ചേർന്നു. ഇവിടെ നിന്ന് ടിക്കറ്റ് നിരക്ക് വരുന്നത് ₹25 മുതിർന്നവർക്ക്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തു. ₹15. 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റിൻ്റെ ആവശ്യമില്ല. ഫോറിനേഴ്സിന് ₹300 ടിക്കറ്റ് നിരക്ക് വരുന്നത്. അപ്പോൾ സെഞ്ചിക്കോട്ട രണ്ടായിട്ടാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഒരു ഭാഗത്ത് രാജാവിൻ്റെ കോട്ടയും മറുഭാഗത്ത് റാണിയുടെ കോട്ടയാണുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ രാജാവിൻ്റെ കോട്ടയാണ് കാണാൻ പോകുന്നത്. അപ്പം ബസ് സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് ഷെയർ ഓട്ടോ ലഭിക്കും. ₹70 ഇങ്ങോട്ടേക്ക് ചാർജ് വരുന്നത്. അപ്പോൾ നമ്മൾ കോട്ടയ്ക്ക് ഉള്ളിൽ കയറി. ഈ കാണുന്നതാണ് രാജ്യസഭ പോലെയുള്ളൊരു സ്ഥലമാണ്. നടുവിലായിട്ട് രാജാവിൻ്റെ ഇരിപ്പിടവും തൊട്ട് സൈഡിലായിട്ടെല്ലാം കാണുന്നത് മന്ത്രിയുടെയും മറ്റ് പരിവാരങ്ങളുടെയും ഇരിപ്പിടങ്ങളുമാണ്. അപ്പം കരിങ്കല്ലിലാണ് ഇവിടെയുള്ള മിക്ക നിർമ്മിതികളും നമുക്ക് കാണാൻ കഴിയുന്നത്. ചില നിർമ്മിതികളെല്ലാം നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ നിർമ്മിച്ചതുപോലെ തന്നെ തോന്നി. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് രാജ്ഞിയുടെ കോട്ടയാണ്. രാജ്ഞിയുടെ കോട്ടയ്ക്ക് അകത്ത് നമുക്ക് ധാന്യങ്ങൾ സൂക്ഷിക്കാനുള്ള രഹസ്യ അറകൾ എന്നിവയെല്ലാം കാണാം. അതുപോലെ തന്നെ മറ്റ് അനേക രഹസ്യ അറകളും നമുക്കിതിൻ്റെ അകത്ത് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ എല്ലാം കരിങ്കല്ലിലാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ രാജ്ഞിയുടെ കൊട്ടാരത്തിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ നമ്മളൊരു മണ്ഡപം പോലുള്ളൊരു ബിൽഡിങ്ങിലെത്തി. ആനക്കെട്ടി മണ്ഡപം എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. ചിലപ്പോൾ പണ്ട് കാലത്ത് ആനയെ കെട്ടാൻ ഉപയോഗിച്ചായിരിക്കാം ഈ ഒരു മണ്ഡപം.
അങ്ങനെ നമുക്ക് ദൂരത്തായിട്ട് നമുക്ക് ഭംഗിയുള്ളൊരു ക്ഷേത്രം കാണാം. അപ്പോൾ ഇതൊരു സിനിമാ ലൊക്കേഷൻ കൂടി ആയിരിക്കാം. നമ്മൾ ഏതോ സിനിമയിലെല്ലാം കണ്ടതുപോലെ നമുക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ നമ്മൾ രാജാവിൻ്റെ കോട്ടയ്ക്ക് മുകളിലേക്ക് പോവുകയാണ്. മണ്ഡപം 1 എന്നെല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പടിക്കെട്ടുകൾ കയറി വേണം നമ്മൾ മുകളിലേക്ക് പോകാൻ. അങ്ങനെ നമ്മൾ മുകളിലേക്ക് എത്തി. അപ്പം ആ കാണുന്നത് കല്യാണ മണ്ഡപം ആണ്. ആ കാണുന്ന കല്യാണ മണ്ഡപത്തിൽ നിന്നാണ് നമ്മൾ വരുന്നത്. താഴേക്കുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. സൂപ്പർ വ്യൂ ആണ് കേട്ടോ ഇവിടുന്ന്. അപ്പം വീണ്ടും നമ്മൾ മുകളിലേക്ക് പോവുകയാണ്. നിറയെ സ്റ്റെപ്പുകളാണ് നമുക്ക് കയറി പോകേണ്ടത്. അപ്പം കുറേ സ്റ്റെപ്പുകൾ കയറി കഴിഞ്ഞ് നമ്മളൊരു സ്ഥലത്തെത്തിയപ്പോൾ ഇവിടെ ഒരു ഗണപതി ക്ഷേത്രമുണ്ട്. അപ്പോൾ വലിയൊരു പാറയുടെ താഴത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ പാറയിൽ നമുക്ക് മഹാവിഷ്ണുവിൻ്റെ രൂപം കൊത്തി വെച്ചിട്ടുള്ളത് കാണാം. അതുപോലെ തന്നെ ഒരു മുരുക ഭഗവാന്റെ ഒരു വിഗ്രഹവും നമുക്ക് തൊട്ടടുത്തായിട്ട് കാണാം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണിത്. അങ്ങനെ നമ്മൾ രാജാവിൻ്റെ കോട്ടയ്ക്ക് മുകളിൽ എത്തിച്ചേർന്നു. അപ്പോൾ ഇതാണ് നമ്മൾ താഴെ നിന്നും കാണുന്ന ക്ഷേത്രം. കോട്ടയുടെ ടോപ്പിൽ നിന്നുള്ള ക്ഷേത്രത്തിൻ്റെ കാഴ്ചയും മുകളിൽ നിന്നുള്ള താഴേക്കുള്ള കാഴ്ചയെല്ലാം നമ്മൾ ഈ മനോഹരമായിട്ടുള്ളൊരു വ്യൂ പോയിൻ്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് റാണിയുടെ കോട്ട കാണാം. അപ്പോൾ ഇവിടെയുള്ള കെട്ടിടങ്ങളെല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് മുകളിലുള്ള കാഴ്ച അതിമനോഹരമാണ് കേട്ടോ. സെഞ്ചിക്കോട്ട മുഴുവനായിട്ട് നമുക്ക് ഇവിടെ നിന്നും കാണാം. അപ്പോൾ നമ്മൾ സെഞ്ചിക്കോട്ടയിൽ നിന്ന് തിരിക്കുകയാണ്. അപ്പോൾ ഇത് മുഴുവൻ ചുറ്റി കാണുവാനായിട്ട് നമുക്കൊരു ദിവസം തന്നെ വേണം. കുറേ അധികം സ്റ്റെപ്പുകൾ കയറി വേണം നമ്മൾ ഇതിന് മുകളിൽ എത്താനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാവകാശം സമയമെടുത്തിട്ട് വേണം നമ്മൾ ഇവിടെ സന്ദർശിക്കാനായിട്ട്. അപ്പം നമ്മൾ ഇവിടെ എത്തിച്ചേർന്നാൽ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് കല്യാണ മണ്ഡപമാണ്. അതിനുശേഷം രാജസദസ്സ് പോലുള്ളൊരു സ്ഥലത്ത് നമ്മൾ എത്തിച്ചേരും. അതിന് ശേഷം നമ്മൾ ആനക്കുളം, അതിനുശേഷം നമ്മൾ ഉടപ്പേർച്ചിക്കുളം, തൊട്ടടുത്തായിട്ട് തന്നെ വെടികൊണ്ടക്കിടങ്ങ് എന്നൊരു സ്ഥലമുണ്ട്, പിന്നെ കളഞ്ചിയർ കിടങ്ങ്. അപ്പോൾ ഇതെല്ലാം കണ്ട ശേഷമാണ് നമ്മൾ സെഞ്ചിക്കോട്ടയ്ക്ക് മുകളിലെത്തുന്നത്. മുകളിലെത്തിയാൽ ഇവിടെയുള്ള കോവിലും വ്യൂ പോയിൻറ്റുമാണ് പ്രധാന ആകർഷണം. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് തിരിക്കുകയാണ്. തിരിച്ച് നമ്മൾ ഓട്ടോയിൽ തന്നെയാണ് ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നത്. ഇവിടെ നിന്നും തിരുവണ്ണാമലൈ ബസ്സിൽ നമ്മൾ താമ്പരത്തേക്കാണ് നമ്മൾ ടിക്കറ്റ് എടുത്തത്. 150 കിലോമീറ്ററാണ് ദൂരം വരുന്നത് താമ്പരത്തേക്ക്. 120 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. സെഞ്ചിക്കോട്ടയിൽ നിന്ന് നമുക്ക് തിരുവണ്ണാമലൈ ബസ് എല്ലാ സമയത്തും നമുക്ക് ലഭിക്കും. അപ്പം നമ്മൾ തിണ്ടിവനം ടച്ച് ചെയ്താണ് നമ്മൾ പോകുന്നത്. ഏകദേശം 3.5 മണിക്കൂർ യാത്രയുണ്ട് ചെന്നൈയിലേക്ക്. ഇവിടെ നിന്നും തിണ്ടിവനം എത്തി നമ്മൾ. അതിനുശേഷം നമ്മൾ എത്തിയത് മേൽമരവത്തൂരാണ്. ഇപ്പം നമ്മൾ മധുരാന്തകം എത്തി. അങ്ങനെ നമ്മൾ ചെങ്കൽപ്പേട്ട് എത്തി. നമ്മൾ ഗുഡുവാഞ്ചേരി എന്ന സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. കേളമ്പാകത്തിന് ശേഷം നമ്മൾ പെരിങ്കളത്തൂരെത്തി. പെരിങ്കളത്തൂരിന് ശേഷം നമ്മൾ താമ്പരം എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു സെഞ്ചിക്കോട്ടയിലേക്കുള്ള യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.